നമസ്കാരം. ശ്രീനാദേവി കുഞ്ഞമ്മ കഴിഞ്ഞ ദിവസം ഷഹനാസിനെ അതിശക്തമായി വിമർശിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരുന്നു. അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായി സംസാരിച്ചതാണ്. എന്നാൽ അതിനുശേഷം ഷഹനാസ് നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ട് ഒരു മറുപടി പറയും എന്നാണ് നമ്മൾക്ക് പ്രതീക്ഷിച്ചത്. കാരണം കുറെ ഏറെ ആരോപണങ്ങൾ അതിനകത്ത് പറഞ്ഞിരുന്നു. നിയാസ് മലബാറി എന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കോൺഗ്രസിന്റെ പ്രവർത്തനം കൂടിയാണ് എന്നാണ് മനസ്സിലാകുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ ഒരു പ്രതികരണം നടത്തി ചില തെളിവുകളൊക്കെ പുറത്തുവിട്ടു. ഷഹനാസിനെ വെല്ലുവിളിച്ചു. അങ്ങനെ ഒന്നിലധികം ഐ ഡി കാർഡുകളുണ്ട്, അല്ലെങ്കിൽ ഒന്നിലധികം പേരുകളുണ്ട്, വ്യക്തിത്വമുണ്ട്, മറ്റു ചില ഇടപാടുകളുണ്ട്, ഇതൊക്കെ നോക്കണം എന്ന നിലയിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് സോഷ്യൽ മീഡിയയിൽ ശക്തമായി സംസാരിച്ചിട്ട് അതിനെതിരെ എന്തെങ്കിലും നിയമ നടപടി എടുക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഷഹനാസ് ഇട്ടിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ പറഞ്ഞ നിയാസ് മലബാറിയെയോ അതല്ലെങ്കിൽ വളരെ കർക്കശമായി പോസ്റ്റ് ഇട്ടിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മയെ സ്പർശിക്കാതെ മറ്റൊരു പോസ്റ്റാണ്. സമകാലീന സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വ്യാജ വാർത്തകൾ. സോഷ്യൽ മീഡിയ ലോകവ്യാപകമായി ജനങ്ങൾ ഉപയോഗിക്കുന്ന ഇക്കാലത്ത് ഒരു വാർത്ത ശരിയോ തെറ്റോ എന്നറിയാതെ കൊടുങ്കാറ്റ് പോലെ പടരുന്ന വ്യാജ വാർത്തകളുടെയും മാധ്യമ സ്ഥാപനങ്ങളുടെയും വിശ്വാസ്യത വീണ്ടും വീണ്ടും തകർക്കുകയാണ്. ദിസ് ഈസ് നോട്ട് മൈ മീ ടു ബട്ട് ഓൺലി മൈ റെസ്പോൺസ് എന്ന് തുടങ്ങുന്ന ഒരു പോസ്റ്റിലൂടെ ഞാൻ BR സുധീഷിനെതിരെ ആരോപിച്ച കാര്യങ്ങൾക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ കുറച്ച് വകുപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. ആ വകുപ്പുകൾ പ്രകാരം കേസുകളും എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഈ കേസിൽ കോടതിയിൽ 164 മൊഴി ഞാൻ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ VR സുധീഷിനെതിരെ നൽകിയ പരാതി ഇന്നും ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുമുണ്ട്. ആ കേസിൽ മാനനഷ്ടത്തിന് VR സുധീഷ് കൊടുത്ത പരാതിക്ക് വന്ന നോട്ടീസ് ഞാൻ മറുപടിയും നൽകിയതാണ്. ആ കേസ് സിവിൽ ക്രിമിനൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ സിവിൽ കേസ് സമൻസ് ആയി എനിക്ക് വന്നിരുന്നു. എന്നാൽ 25/2/2026 ഈ നിമിഷം വരെ ക്രിമിനൽ കേസിൽ എനിക്ക് സമൻസ് വന്നിട്ടില്ല. അങ്ങനെ എനിക്ക് വരാത്ത സമൻസിൽ, ഞാൻ അറിയാത്ത സമൻസിൽ, ഞാൻ കൈപ്പറ്റാത്ത സമൻസിൽ, എനിക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത സമൻസിൽ എനിക്ക് ജാമ്യമില്ല വാറണ്ട് എന്നാണ് വാർത്ത വന്നത്. എനിക്ക് പറയാനുള്ളത് 24 ന്യൂസ് ചാനലിനോടാണ്. എനിക്ക് ജാമ്യമില്ല വാറണ്ട് എന്നും അതിന്റെ പേരിൽ 2 SHOമാരെ കോടതി രൂക്ഷമായി ശകാരിച്ചു എന്നും വാർത്തയാക്കിയത് എന്ത് തെളിവിന്റെയും ആധികാരികതയുടെയും അടിസ്ഥാനത്തിലാണ്? 24 ന്യൂസിൽ ഹാഷ്മി രാഹുൽ മാങ്കൂട്ടത്തെ വെളുപ്പിക്കാൻ നടത്തിയ അഭിമുഖത്തെ എതിർത്ത് സംസാരിച്ചത് കൊണ്ടാണോ? സ്ത്രീകൾക്ക് എതിരെ ഇത്തരം അടിസ്ഥാനരഹിതമായ വാർത്തകൾ നൽകും എന്നുള്ളതാണോ ഈ വിഷയത്തിൽ ചാനലിന്റെ അജണ്ട? എന്നോട് കാര്യങ്ങൾ ചോദിച്ചറിയാതെ യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാതെ തോന്നിയതുപോലെ എനിക്കെതിരെ കഥകൾ നെയ്ത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച ചാനലിനോട് പറയട്ടെ, കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക്, ബേപ്പൂർ, നടക്കാവ് എന്നീ 3 സ്റ്റേഷനുകളിൽ SHOമാരെയും വിളിച്ച് സംസാരിച്ചു. അങ്ങനെ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. അവിടെ എവിടെയും രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഒരു കേസിൽ എനിക്കെതിരെ അവരെ എങ്ങനെയാണ് കോടതി ശാസിക്കുക? ഇത്തരത്തിൽ അപമാനിച്ചതിന് 24 ന്യൂസ് ചാനലിന്റെ തലപ്പത്തുള്ളവർക്ക് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. പരസ്യമായി തന്നെ എനിക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്. അബ്യൂസർമാരുടെയും അനുകൂലികളുടെയും അജണ്ടകൾക്ക് മാധ്യമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതാണ് ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള ഏറ്റവും ഹീനമായ ആക്രമണ രീതി. MA ഷഹനാസ്. കഴിഞ്ഞ ദിവസം ഷഹനാസിനെതിരെ ജാമ്യമില്ലാത്ത അറസ്റ്റ് വാറണ്ട് കോടതി പുറപ്പെടുവിച്ചു എന്ന വാർത്ത ചാനലുകളെല്ലാം വന്നിരുന്നു. സോഷ്യൽ മീഡിയകളെല്ലാം അതേറ്റ് വാർത്തകൾ ചെയ്തിരുന്നു. അതോടൊപ്പം ഫറോക്ക് സ്റ്റേഷനിലെ SHOയ്ക്ക് മെമ്മോ കൊടുത്തതായി വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇതൊക്കെ തെറ്റാണ് എന്നും അത്തരത്തിലുള്ള കേസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമൻസോ അത്തരത്തിലുള്ള ഒരു ജാമ്യമില്ല അറസ്റ്റ് വാറണ്ടോ ഒന്നും ഇല്ല എന്നാണ് ഇവിടെ ഷഹനാസ് സമർത്ഥിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഷഹനാസിന്റെ ഭാഗം നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ പടച്ചു വിടുന്ന സമൂഹത്തെ, അതല്ലെങ്കിൽ സോഴ്സുകളില്ലാത്ത മറ്റു മാധ്യമങ്ങൾ കൂടി തെറ്റായ വിവരങ്ങൾ നൽകുന്ന മെയിൻ സ്ട്രീം ചാനലുകൾ 24 ആയാലും അത് മറ്റേത് ചാനലായാലും അവർക്കെതിരെ നടപടി വരേണ്ടത് നിർബന്ധമായും അത്യാവശ്യമായ കാര്യം തന്നെയാണ്. പക്ഷെ അപ്പോഴും ഒരു ചോദ്യമുണ്ട്. നേരത്തെ നിയാസ് മലബാറി ചോദിച്ചുള്ള ചില കാര്യങ്ങളുണ്ട്. ആ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഷഹനാസ് ഇപ്പോഴും വായ തുറന്നിട്ടില്ല. അതുപോലെ ശ്രീനാദേവി കുഞ്ഞമ്മ ചോദിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, അതിനും ഷഹനാസ് മറുപടി പറഞ്ഞിട്ടില്ല. ഷഹനാസ് ആകെ പറഞ്ഞിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടം കോഴിയാണ്, അതെനിക്ക് പണ്ടേ അറിയാമെന്നാണ്. എവിടെയൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോഴിത്തരം കാണിച്ചതെന്നോ, ഇനി അതെവിടെയൊക്കെയാണ് താൻ ആ തെളിവ് സൂക്ഷിച്ചു വെച്ചിരുന്നോ, എന്തൊക്കെയാണ് തെളിവുകളെന്നോ ഇതുവരെ ഷഹനാസ് പറഞ്ഞിട്ടില്ല. ഏതായാലും മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ എന്തൊക്കെയോ ചില വശപ്പശകളുണ്ട്. ഇത്തരത്തിൽ കേസുകളും മറ്റു കാര്യങ്ങളും മുന്നോട്ട് പോയാൽ കോൺഗ്രസിന്റെ ഇന്നത്തെ ചില ശോച്യാവസ്ഥകളുണ്ട്. അതൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മയും അതുപോലെ ഫെന്നി നൈനാനും ഒക്കെ കയറി വന്നതുപോലെ കുറെ രാഹുൽ മാങ്കൂട്ടങ്ങൾ ഇനി ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരും എന്നാണ് തോന്നുന്നത്. അതിനായിരിക്കും ഷഹനാസിന്റെയും മറ്റുമുള്ള ഇത്തരത്തിലുള്ള
ഫേസ്ബുക്ക് പോസ്റ്റുകളും അവരുടെ കേസുകളും വഴക്കുകളും അവരുടെ പ്രതികരണങ്ങളുമൊക്കെ കാരണമാകുന്നത്. Different angles. Don't forget to subscribe and support this channel.